പ്രകൃതിയിലൂടെ സംസാരിക്കുന്ന ദൈവം. പ്രകൃതിയെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന പക്ഷം ദൈവത്തെക്കുറിച്ചുള്ള പല വെളിപ്പാടുകളും ദൈവം നൽകുന്ന പല ദൂതുകളും ലഭ്യമാണ്. പൂർണ്ണ വളർച്ചയെത്തിയ ഒരു റോസാപുഷ്പത്തെ കാലുകൊണ്ട് ചവിട്ടിയരച്ചാലും ആ പുഷ്പം തിരികെ നൽകുന്നത് അതിൻ്റെ സൗരഭ്യം മാത്രമായിരിക്കും. നിറയെ മാമ്പഴങ്ങളുമായി നിൽക്കുന്ന മാവിനു നേരെ ആരെങ്കിലും കല്ലെറിഞ്ഞാൽ സ്വാദിഷ്ടമായ മാമ്പഴമല്ലേ എറിയുന്നവർക്ക് തിരികെ ലഭിക്കുക? മനുഷ്യവർഗത്തിൻ്റെ പാപമോചനത്തിനു വേണ്ടി കാൽവരിയിൽ തകർക്കപ്പെടുമ്പോഴും പരിഹസിക്കപ്പെടുമ്പോഴും അങ്ങനെ ചെയ്തവരോട് ക്ഷമിക്കണമേ എന്ന് ക്രൂശിൽ കിടന്നു പ്രാർത്ഥിക്കുന്ന യേശുവിലും നാം കാണുന്നത് മേലുദ്ധരിച്ച അതേ അനുഭവമല്ലേ? ഇങ്ങനെ മാതൃക കാണിച്ചുകൊണ്ടാണ് നന്മയാൽ തിന്മയെ ജയിക്കുക എന്ന് യേശു നമ്മെ പ്രബോധിപ്പിച്ചത്. യേശുവിൽ കണ്ട ഇത്തരം അനുഭവങ്ങളും പ്രബോധനങ്ങളും വാക്കും ഭാഷണവും കൂടാതെ പ്രകൃതിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് എത്രയോ അത്ഭുതകരമാണ്.